എല്ലാവർക്കും സ്വാഗതം. പാഠപുസ്തകത്തിലെ 5ാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. 3 മെഷീനുകൾ 3 വ്യത്യസ്ത തീയതികളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡാണ്, അതായത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ മാസം 31-ാം തീയതിയാണ്. ഡിപ്രീസിയേഷൻ 2 രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഒന്ന്, മെഷീൻ അസറ്റിലേക്ക് നേരിട്ടും അല്ലാതെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും. 2 രീതിയിലും നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം മെഷീനറിയിലേക്ക് നേരിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്താൽ എങ്ങനെയാണ് മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതെന്നും നോക്കാം. 2014 ജാനുവരി മാസം 1-ാം തീയതി 6 ലക്ഷം രൂപയുടെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. അതേ വർഷം തന്നെ സെപ്റ്റംബർ മാസം 3,70,000 രൂപയുടെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. ഇവിടെ ഈ വർഷത്തിൻ്റെ അവസാനം, അതായത് 31 ഡിസംബറിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊത്തം 9,70,000 രൂപയുടെ അസറ്റ് ഉണ്ടെങ്കിൽ പോലും വ്യത്യസ്ത തീയതികളിലാണ് ഈ 2 അസറ്റും പർച്ചേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ കാൽക്കുലേഷൻ ഈ രീതിയിലാണ്. 6 ലക്ഷത്തിൻ്റെ 10% 60,000-ഉം 3,70,000-ൻ്റെ 10% 4 മാസത്തേക്കാണ് 12,333 രൂപയും. അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ 72,333 രൂപ. മെഷീനറി അക്കൗണ്ട് 2014 ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് 8,97,667 രൂപ. 2015 നമ്മൾ വീണ്ടും ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, 8,40,000 രൂപ. അതായത് മെയ് മാസമാണ് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. സോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 9,70,000 രൂപയുടെ 10%, 8,40,000-ൻ്റെ 10% 8 മാസത്തേക്കുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആകെ ഡിപ്രീസിയേഷൻ 1,53,000 രൂപ. നമ്മളിത് പ്രകാരം ബാലൻസ് ചെയ്യുന്നു. അങ്ങനെ 2016 3 മെഷീൻ്റെയും കൂടി ആകെ അതിൻ്റെ ബുക്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ 15,84,667 രൂപ. 2016 ആകുമ്പോഴത്തേക്കും നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം ഒറിജിനൽ കോസ്റ്റ് മെത്തേഡാണ്. അങ്ങനെയാണെങ്കിൽ 3 മെഷീൻ്റെയും കൂടി ഒറിജിനൽ കോസ്റ്റ് 18,10,000 രൂപയാണ്. അതിൻ്റെ 10% 1,81,000 ഡിപ്രീസിയേഷൻ. ലും ഡിപ്രീസിയേഷൻ എമൗണ്ടിൽ മാറ്റം വരുന്നില്ല. 18,10,000 തന്നെയാണ് ഒറിജിനൽ കോസ്റ്റ്. അതുകൊണ്ട് തന്നെ 10% 1,81,000 ഡിപ്രീസിയേഷൻ. ജാനുവരി മാസം 3 മെഷീൻ്റെയും കൂടി അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 12,22,667 രൂപയായിരിക്കും. ഈ രീതിയിലാണ് മെഷീനറി അക്കൗണ്ട് വരിക. ഇനി എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരിക എന്ന് നോക്കാം. ഓരോ വർഷത്തെയും ഡിപ്രീസിയേഷൻ അതാത് വർഷം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി നമ്മൾ ക്ലോസ് ചെയ്യും. 1-ാമത്തെ വർഷം ഡിപ്രീസിയേഷൻ 72,333 രൂപ. അതുപോലെ നമ്മൾ P&L-ലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. ഇതുപോലെ ക്ലോസ് ആവും. അടുത്ത വർഷം 1,53,000 രൂപ P&L-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. 2016 ഡിപ്രീസിയേഷൻ 1,81,000 ട്രാൻസ്ഫർ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. 2017 ഡിപ്രീസിയേഷൻ 1,81,000 ട്രാൻസ്ഫർ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, മെഷീനിലേക്ക് ഡയറക്റ്റായിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിവിടെ മെഷീനറി അക്കൗണ്ട് എഴുതുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ. എന്താണ് ബി? ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും മെഷീൻ അക്കൗണ്ട്, എങ്ങനെയായിരിക്കും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്? നമുക്ക് നോക്കാം. അത് നമുക്ക് മെഷീനറി അക്കൗണ്ട് നോക്കാം. ശ്രദ്ധിക്കണേ, അതായത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്താൽ മെഷീനറിയിൽ നിന്നും നേരിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യുന്നില്ല, കുറയ്ക്കുന്നില്ല. സോ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. അങ്ങനെ 9,70,000 രൂപ ആ വർഷം നമ്മൾ ക്ലോസ് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. 9,70,000 രൂപ തന്നെ, മാറ്റമില്ല. എന്താ മാറാത്തത്? ഡിപ്രീസിയേഷൻ നമ്മൾ കുറയ്ക്കുന്നില്ല. ക്ലിയർ? 2015 വീണ്ടും ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു,
18,10,000 രൂപ ബാലൻസ്. 2016 ബാലൻസിന് മാറ്റമില്ല, 18,10,000. 2017 18,10,000 രൂപ തന്നെ ബാലൻസ്. 2018 ഓപ്പണിംഗ് ബാലൻസും 18,10,000. ഇങ്ങനെയാണ് മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുക. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി അക്കൗണ്ട്സ്. ഓക്കെ, അപ്പോൾ 1-ാം വർഷത്തെ ഡിപ്രീസിയേഷൻ മെഷീനറി അക്കൗണ്ടിൽ നിന്നും കുറയ്ക്കുന്നതിന് പകരം ഈ പറയുന്നൊരു പ്രൊവിഷനിലേക്ക് നമ്മളത് മാറ്റി 1-ാം വർഷം ഡിപ്രീസിയേഷൻ 72,333 രൂപ നമ്മളത് ബാലൻസ് ചെയ്യുന്നു. ക്യാരി ഫോർവേഡ് 72,333. 2015 അത് ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ 1,53,000 രൂപ ബാലൻസ് ചെയ്യുന്നു. ക്യാരി ഫോർവേഡ് ചെയ്ത് ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്നു. 2016 ഡിപ്രീസിയേഷൻ 1,81,000 രൂപ. 2017 ബാലൻസ് 4,06,333 രൂപ. അതിൻ്റെ കൂടെ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു. നോക്കൂ, 2017 വരെ ഈ 3 മെഷീനും കൂടി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത് 5,87,333 രൂപയാണ്. ക്ലിയർ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. ക്ലിയർ? ഇനി നമുക്ക് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരിക നോക്കാം. നോക്കൂ, അതാത് വർഷത്തെ ഡിപ്രീസിയേഷൻ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം എന്താണ്? നേരെ മറിച്ച് ഡയറക്റ്റ് ആയിട്ടായിരുന്നു, മെഷീനറിയിലേക്ക് ഡയറക്റ്റ് ആയിട്ടായിരുന്നു ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ മെഷീനറി എന്ന് വന്നേനെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ പ്രൊവിഷനിലേക്കാണ് മാറ്റുന്നതുകൊണ്ട് ഇവിടെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി അക്കൗണ്ട് എന്നാണ് വരിക. ഇതാണ് അതിന്റെ മാറ്റം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ വർഷം ഡിപ്രീസിയേഷനെ അങ്ങനെ ക്ലോസ് ചെയ്യുന്നു. 2-ാം വർഷവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു, ഡിപ്രീസിയേഷനെ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. 3-ാം വർഷവും ഡിപ്രീസിയേഷനെ ചാർജ് ചെയ്യുന്നു, ഡിപ്രീസിയേഷനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. 4-ാം വർഷവും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. ക്ലിയർ? അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് 2 രീതിയിലും എങ്ങനെയാണ് ഡിപ്രീസിയേഷനെ റെക്കോർഡ് ചെയ്യുന്നത്, അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ മെഷീനറി അക്കൗണ്ടിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് കാണുക. എന്ത് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് കണക്കുകൾ ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.